ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. സുനിത സ്മിത കൊല്ലപ്പെട്ട സംഭവത്തിൽ രൂക്ഷ പ്രതിഷേധവുമായി നടി പാർവതി തിരുവോത്ത് രംഗത്ത് വന്നിരുന്നു. തൃശൂർക്കാരിയായ സുനിത സ്മിത ബാംഗ്ലൂരിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. പലരും ഈ സംഭവം അറിഞ്ഞു കാണും. കുറച്ചു ദിവസങ്ങളായി ബാംഗ്ലൂരിൽ ഒരു ഡോഗ് കെയർ ഹോമിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കൊല്ലം സ്വദേശിയായ ഒരു ദീപകൃഷ്ണയായിരുന്നു ഈ നായ വളർത്തൽ കേന്ദ്രത്തിന്റെ ഉടമ. ഇയാളുടെ മോശം പെരുമാറ്റം കാരണം അവിടുത്തെ ജോലി മതിയാക്കാൻ ഇരിക്കുകയായിരുന്നു സുനിത. അങ്ങനെ ഞാൻ ജോലി നിർത്തി പോകുകയാണ് എന്ന് പറഞ്ഞ ദിവസമാണ് ദീപക് സുനിതയെ ക്രൂരമായി ഉപദ്രവിച്ചത്. മാരകമായ പരിക്കേറ്റ സുനിത ഒടുവിൽ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഈ കൊലപാതകം ആസൂത്രിതമായി നടത്തിയതാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. 2009 കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകം ഉണ്ടായിരുന്നു. ഭാസ്കര കാരണവരുടെ കൊലപാതകം. ഭാസ്കര കാരണവർ ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു. പക്ഷേ ചില മാനസിക വൈകല്യങ്ങളുള്ള ഒരു മകനായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ആ കാരണവർ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും മകനെ കല്യാണം ആലോചിച്ചു. അങ്ങനെയാണ് കാരണവരുടെ മരുമകളായി കാർണവേസ് വില്ല എന്ന് വിളിക്കുന്ന ആ വീട്ടിലേക്ക് ഷെറിൻ കടന്നു വരുന്നത്. തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം നീക്കാൻ വേണ്ടി ഭാസ്കര കാരണവരുടെ സുഖമില്ലാത്ത മകനെ കല്യാണം കഴിക്കുവാൻ ഷെറിൻ തയ്യാറാവുകയായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ മകനെയും മരുമകളെയും കൂട്ടി ഭാസ്കര കാരണവർ അമേരിക്കയിലേക്ക് പറന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾ അവിടെയായിരുന്നു അവരുടെ താമസം. ഷെറിൻ അവിടെ ഒരു ചെറിയ ജോലിക്കൊക്കെ പോവാനും തുടങ്ങിയിരുന്നു. പക്ഷേ ജോലി സ്ഥലത്ത് വെച്ച് നടത്തിയ എന്തോ മോഷണത്തിൻ്റെ പേരിൽ ഷെറിന് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ ഭാസ്കര കാരണവർ ഷെറിനെയും സുഖമില്ലാത്ത തൻ്റെ മകനെയും അവരുടെ കൈക്കുഞ്ഞിനെയും നാട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. നാട്ടിൽ വന്ന ശേഷം കാർണവേസ് വില്ല എന്ന ആ വലിയ ബംഗ്ലാവിൽ ഷെറിൻ താമസം തുടങ്ങി. അന്ന് ഷെറിന് ഓർക്കൂട്ടിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഓർക്കൂട്ടിൽ നിന്നും പരിചയപ്പെട്ട പല പുരുഷന്മാരും ഷെറിനെ കാണാൻ വേണ്ടി കാർണവേസ് വില്ലയിൽ എത്താൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് വഴിവിട്ട ജീവിതമായിരുന്നു ഷെറിൻ നയിച്ചിരുന്നത്. ഭാസ്കര കാരണവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഷെറിൻ നാട്ടിൽ അടിച്ചു പൊളിച്ച് അഴിഞ്ഞാടി നടന്നു. പക്ഷേ ആ വഴിവിട്ട ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല. ഭാസ്കര കാരണവർ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഷെറിൻ്റെ വഴിവിട്ട് ജീവിതത്തെക്കുറിച്ച് നാട്ടുകാരിൽ നിന്നും അയാൾ അറിഞ്ഞു. അങ്ങനെ തൻ്റെ മകൻ്റെയും ഷെറിൻ്റെയും പേരിൽ എഴുതി വച്ചിരുന്ന സ്വത്തുകൾ തിരിച്ച് തൻ്റെ പേരിലേക്ക് തന്നെ മാറ്റാൻ വേണ്ടി ഭാസ്കര കാരണവർ തീരുമാനിച്ചു. അതോടെ ഷെറിൻ അമ്മായിയപ്പനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ കാമുകൻ്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഒരു രാത്രിയിൽ ഷെറിൻ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തി. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്ന രീതിയിൽ ചിത്രീകരിക്കാനായിരുന്നു ഷെറിൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് സത്യം തിരിച്ചറിഞ്ഞു. ഷെറിൻ അറസ്റ്റിലായി. ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നല്ല നടപ്പിന്റെ പേരിൽ ഷെറിൻ ജയിൽ മോചിതയായി. ഈ രണ്ട് കൊലപാതകങ്ങളും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ഷെറിൻ ജയിലിൽ കിടന്നിരുന്ന സമയത്ത് അവളുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട സുനിത. ഷെറിനും സുനിതയും സഹതടവുകാരായിരുന്നു. അങ്ങനെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സുനിത മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഷെറിനെക്കുറിച്ചും ജയിലിലെ പോലീസുകാരെക്കുറിച്ചുമുള്ള ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. ഏകദേശം 9 മാസം മുൻപാണിത്. ജയിലിൽ പോലീസുകാരുടെ വക ഷെറിന് പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട് എന്നായിരുന്നു സുനിതയുടെ വെളിപ്പെടുത്തൽ. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഷെറിനുമായി ശാരീരിക ബന്ധമുണ്ട് എന്നും സുനിത അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് സുനിതയുടെ ഈ വെളിപ്പെടുത്തൽ വൻ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഇങ്ങനെ കേരള പോലീസിനെ ഒന്നടങ്കം ചീത്തപ്പേരുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയ സുനിതയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ കൊലപാതകമല്ല എന്നാണ് നിലവിൽ ഉയർന്നുവരുന്ന ആരോപണം. കേരള പോലീസിലെ ഉന്നതർക്കെതിരെയാണ് സുനിത ആരോപണം ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല സുനിതയുടെ ഇടപെടൽ കാരണം ഷെറിനെ വിയ്യൂർ ജയിലിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതോടെ അതുവരെ കിട്ടിയിരുന്ന പല സുഖ സൗകര്യങ്ങളും ഷെറിന് നഷ്ടപ്പെട്ടു. അതിൻ്റെ പക ഷെറിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഷെറിനിപ്പോൾ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് നാട്ടിലുമുണ്ട്.
ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സുനിതയുടേത് ഒരു ആസൂത്രിത കൊലപാതകമാണെന്ന് സംശയിക്കാം. കൊലപാതകിയായ ദീപക് എന്ന് പറയുന്നവൻ പണ്ടേ ക്രിമിനലാണ്. അതായത് പോലീസുമൊക്കെയായി ഇവന് നല്ല ബന്ധമുണ്ട്. സുനിതയുടെ കൊലപാതകത്തിൽ ദുരൂഹത ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം നായ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സുനിത ബാംഗ്ലൂരിലെ ദീപകിന്റെ നായ വളർത്തൽ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് നാട്ടിൽ സുനിതയ്ക്കും ഭർത്താവിനും ഏകദേശം 160ഓളം നായകളുണ്ടായിരുന്നു. ഇത്രയധികം തെരുവു നായകളെ ഭക്ഷണമൊക്കെ കൊടുത്ത് സംരക്ഷിക്കലായിരുന്നു സുനിതയുടെയും ഭർത്താവിന്റെയും പരിപാടി. ഇതിനിടയിലാണ് ഏകദേശം 40,000 രൂപ മാസശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദീപക് ഇവരെ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് ക്ഷണിക്കുന്നത്. 16 നായകൾ മാത്രമായിരുന്നു ദീപകിന്റെ കൈവശം ഉണ്ടായിരുന്നത്. ആ നായകളെ നോക്കി നടത്തൽ മാത്രമായിരുന്നു സുനിതയുടെ ജോലി. അതിനാണ് 40,000 രൂപയൊക്കെ വാഗ്ദാനം ചെയ്തത് എന്നോർക്കണം. ദീപകിനും നായ വളർത്തൽ, സുനിതയ്ക്കും നായ വളർത്തൽ, വലിയ ശമ്പള വാഗ്ദാനം. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യും. സുനിതയെ കുടുക്കാനുള്ള ഒരു ട്രാപ്പായിരുന്നോ ബാംഗ്ലൂരിലെ ഈ ജോലിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല സുനിതയെ മാത്രമാണ് ഇയാൾ ഇത്രയധികം ഉപദ്രവിച്ചത്. സുനിതയുടെ കൂടെ 2 സ്ത്രീകൾ വേറെയുമുണ്ടായിരുന്നു. അവർക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല. സുനിത തന്നെ ആയിരുന്നു ടാർഗറ്റ് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഭാസ്കര കാർണവർ കൊലപാതക പ്രതി ഷെറിനുമായി അഭീത ബന്ധം ഉണ്ടായിരുന്ന പോലീസുകാർക്കോ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രതിയായ ദീപകൃഷ്ണയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ എന്തായാലും അധികം വൈകാതെ തന്നെ തെളിയും. പക്ഷേ പോലീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സംശയമുനയിൽ വരുന്ന കേസായതുകൊണ്ട് തന്നെ കേസ് അന്വേഷണത്തിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. എന്തായാലും അധികം വൈകാതെ തന്നെ സത്യങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.